എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ എന്നും പറയുന്ന കണക്ക് ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തധാതുക്കളും ദശവായുക്കളെയും കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ സപ്തവായുക്കൾ എന്നുള്ളത്? സാധാരണ പാരമ്പര്യ വൈദ്യന്മാർക്കും അല്ല വൈദ്യന്മാർക്കും എല്ലാം അറിയാവുന്നതാണ്. അതായത് സപ്തധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വക്കാണ്, നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള ത്വക്ക്. അടുത്തത് പിന്നെ ദശയാണ്, പിന്നെ അസ്ഥിയാണ്. അതിന് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശുക്ലമാണ്, അത് കഴിഞ്ഞ് മജ്ജയാണ്. അതിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറുള്ള രീതിയിൽ ഈ വസ, ഇങ്ങനെ 7 എണ്ണമാണ് പറയുന്നത്. അപ്പം ഈ സപ്തധാതുക്കൾക്കും 10 വായുക്കൾക്കും വേണ്ട ഒരു ഔഷധത്തെക്കുറിച്ച് നമ്മളിന്ന് പറഞ്ഞു. 10 വായുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ഡോക്യുമെൻ്ററി പറഞ്ഞതായിരുന്നു. പ്രാണാദിഭേദങ്ങളായിട്ട് 5 വായുക്കളുള്ളതിൽ പ്രാണൻ മേലോട്ട് ഗതിയായി മൂർധാവിൽ ഇരിക്കുന്നത്. അത് കണക്ക് ഈ 10 വായുക്കളെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ അത് ഇങ്ങനെയാണ് ഓരോ വായുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അടുത്തതെന്ന് പറഞ്ഞാൽ നാഗൻ, കൂർമൻ, കൃപലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇങ്ങനെ 10 വായുക്കളാണ് നമുക്കെല്ലാവർക്കും. ഈ 10 വായുക്കളാണ് നമുക്കുള്ളത്. ഈ 10 വായുക്കളെയും സമസ്ത സ്ഥിതിയിൽ നമുക്ക് നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള രോഗങ്ങളെല്ലാത്തിനെയും നമ്മൾ കറക്റ്റായിട്ടും അത് നമുക്കറിയാമല്ലോ. പ്രപഞ്ചത്തിൽ എപ്പം വായു കോപിക്കുന്നു അന്നേരപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചം നഷ്ടപ്പെടും. അതായത് ഇപ്പം നല്ല ഉഗ്രം കാറ്റടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഭയങ്കര കാറ്റുണ്ടായാൽ തിരമാലകൾ, അത് സുനാമി പോലുള്ള തിരമാലകൾ, അത് കണക്ക് ഭൂകമ്പങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഭൂചലനങ്ങൾ, വലിയ വൃക്ഷങ്ങളെല്ലാം മറിഞ്ഞ് കടപുഴകി വീഴാം. ഇങ്ങനെയുള്ള എന്ത് പരിപാടിയും വരും. അപ്പോൾ അതിനെ നമുക്ക് സമസ്ത സ്ഥിതിയിൽ നിർത്താനുള്ള ഒരു ഔഷധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ 10 വായുക്കളും കൊണ്ടുള്ളതിന് നമുക്കിപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തം വേണ്ടത് 15 മരുന്നുകളാണ്. ഈ 15 മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ദശപുഷ്പമാണ് 10 എണ്ണം എന്ന് പറയുന്നത്. അതായത് പൂവാങ്കുറുന്നൽ, മുയൽ ചെവിയൻ, കറുക, കയ്യോന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി, ചെറുകുള. ഈ 10 എണ്ണം. അതിൽ ഒന്നാണ് ഈ വള്ളി ഉഴിഞ്ഞ എന്ന് പറയുന്നതാണ്. ഉഴിഞ്ഞെന്ന് പറയുന്നതാണ് ഇത്. വള്ളി ഉഴിഞ്ഞ എന്ന ഇതിൻ്റെ പേര്. ഇത് കണക്കുള്ളതാണ്. അതിൽ 10ൽ ഒരെണ്ണം ഞാനിങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ വേണ്ടതെന്ന് പറഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക. അതാണ് ത്രിഫല എന്ന് പറയുന്നത്. പിന്നെ ഇരട്ടി മധുരം. പിന്നെ ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ സോമനാഥിക്കായ ഒന്ന്. ആ സോമനാഥിക്കായ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വില കൂടുതലാണ് അതിന്. അതിനുണ്ട് 40-നും 50-നും ഇടയ്ക്കാണ്, 50,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഇതിൻ്റെ വില 1 കിലോയ്ക്ക്. അപ്പം അതും ഇത് പിന്നെ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ അത് 10ഉം സമമായിട്ട് തന്നെ എടുക്കണം. അത് ചൂർണ്ണമായിട്ടും വയ്ക്കണം. അത് തന്നെ ഇടിച്ചു പിഴിഞ്ഞ നീരും വേണം. അപ്പം അതിനകത്തോട്ട് അയക്കാൻ ഞാൻ പറഞ്ഞ ത്രിഫല, അതായത് കടുക്കായും നെല്ലിക്കയും താന്നിക്കയും അതും ചേർത്ത്, ഈ ഇരട്ടി മധുരവും ചേർത്ത് എല്ലാം പൊടിച്ചെടുക്കണം. ഈ ദശപുഷ്പം പൊടിച്ചിട്ട് ഈ ഇരട്ടി മധുരവും ഇതും ഇത്രയും ചേർത്ത് സോമനാഥിക്കായവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ 10 വായുക്കളെയും 7 ധാതുക്കളെയും നമുക്ക് സമസ്ത സ്ഥിതിയിൽ നിർത്താൻ ഒക്കും. അപ്പം നമുക്ക് ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കുണ്ടാകുന്നതാണ്. അപ്പം അത് നമ്മൾ വല്ലപ്പോഴുമൊക്കെ അതിന് 1 സ്പൂൺ പൊടിയെടുത്ത് നമ്മൾ തേങ്ങാപ്പാലിലോ തേനിലോ അങ്ങനെ പലതിലും നമുക്ക് കഴിക്കാം. അങ്ങനെ ഏതിലെങ്കിലും കഴിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നമുക്ക് ശരീരത്തിൽ നല്ല പ്രതിരോധശേഷി ഉണ്ടാകും. മറ്റു രോഗങ്ങളെയെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള പ്രവണത നമ്മുടെ ശരീരത്തിന് ദത്തമായി കിട്ടും. ആയതിനാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.